കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ പ്രാവർത്തികമാക്കിയ ക്ഷേമ വികസന പദ്ധതികൾ അവർ കേരള വിഷൻ ന്യൂസിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പമുള്ളത് കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ. എന്റെ പഞ്ചായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്തിന്റെ വിശേഷങ്ങളിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത്. കടലും കായലും 3 ഉപദ്വീപും ചേർന്ന മനോഹരമായൊരു പഞ്ചായത്താണ് വലിയ പറമ്പ. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള, അതോടൊപ്പം തന്നെ തീരശോഷണത്തെ ഒരു പരിധി വരെ തടയിടുന്ന പ്രവർത്തനങ്ങൾ അതിവേഗം നടത്തിവരുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. പഞ്ചായത്തിന്റെ വികസന നേട്ടങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് ശ്രീ വി സജീവൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സജീവൻ. ഈ ഭരണകാലയളവിലെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമസ്കാരം. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഒരു തീരദേശ പഞ്ചായത്താണ്. CRZ നിയമവും അതോടൊപ്പം തീരശോഷണവും ഞങ്ങൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഈ ഭരണസമിതി അധികാരം ഏറ്റ ശേഷം മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കായി ചെയ്തു കൊടുക്കാൻ ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണസമിതി അധികാരമേറ്റ ഉടൻ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു വിഷയമായിരുന്നു നമ്മുടെ വീടുകളിൽ നിന്നും അടുക്കള മാലിന്യങ്ങൾ, ദ്രവമാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിലേക്ക്, തുറസായ സ്ഥലങ്ങളിലേക്ക് കടത്തിവിടുന്നതിന്റെ ഭാഗമായി നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാംക്രമിക രോഗങ്ങൾ, അതിനെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വീടുകൾക്കും സോക്കേജ് പിറ്റുകൾ നിർമ്മിച്ചു നൽകാൻ ഞങ്ങൾ തീരുമാനമെടുത്തു. നമ്മുടെ കക്ഷി രാഷ്ട്രീയ മതജാതി ചിന്തകൾക്ക് അതീതമായി നാടൊന്നാകെ ഞങ്ങളുടെ കൂടെ ചേർന്ന് നിന്നപ്പോൾ നമുക്ക് മികച്ച രീതിയിലുള്ള ഈ പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സോക്കേജ് പിറ്റുകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയായി നമുക്ക് മാറാനായിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിൻ ഇട്ട പേര് നിത്യമുക്തി ക്യാമ്പയിൻ എന്നായിരുന്നു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മികച്ച നേട്ടങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാൻ സാധിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാന വിഷയമാണ് തീരശോഷണം. അനുദിനം തീരം ശോഷിച്ചു വരികയാണ്. കടൽ തിരമാലകള് വന്ന് ഭീകരമായ രീതിയിൽ കര കുറഞ്ഞു വരുമ്പോ അതിന് പ്രതിരോധം തീർക്കാൻ സർക്കാരിൽ നിന്നും വലിയ രീതിയിലുള്ള ഫണ്ട് ഇതിന് ആവശ്യമായി വരും. സ്വാഭാവികമായിട്ടും നമുക്ക് അത്ര പെട്ടെന്ന് ഈ ഫണ്ട് കിട്ടുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കൂടി നമുക്കെന്ത് ചെയ്യാനാവും, അതിന്റെ ഭാഗമായിട്ടാണ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ പ്രകൃതിയെ കൊണ്ട് തന്നെ നമുക്കിതിന് പ്രതിരോധം തീർക്കാൻ ആവശ്യമായ ഒരു ചെറിയ ഇടപെടൽ, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നതുപോലെ നമ്മൾ 75,000 കാറ്റാടി തൈകള് ഞങ്ങള് സ്വന്തം നഴ്സറിയിൽ ഉണ്ടാക്കിക്കൊണ്ട് അത് നമ്മുടെ കടലോരത്ത് വെച്ച് പിടിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതിന് ഞങ്ങളിട്ട പേര് കടൽ തീരത്തിനൊരു ഹരിത കവചം എന്നായിരുന്നു. ആ തരത്തിലേക്കുള്ള ഒരു ഇടപെടൽ നടത്തിയപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാറ്റാടി തൈകൾ ഇതിന്റെ ഭാഗമായി വെച്ചു പിടിപ്പിച്ച ഒരു പഞ്ചായത്തായി നമുക്ക് മാറാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ തന്നെ കണ്ടലോരം പദ്ധതി എന്നുള്ള രീതിയിലേക്ക് വിവിധ ഇനം കണ്ടലുകളുടെ നഴ്സറി ഞങ്ങൾ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഉണ്ടാക്കുകയും നമുക്ക് കുടിവെള്ളം ഉപ്പുവെള്ളം കൊണ്ട് മലിനമാവുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു ഫിൽട്ടർ ചെയ്തുകൊണ്ട് ആ തരത്തിലേക്കും, അതുപോലെ മത്സ്യസമ്പത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു ഇടപെടല് കൗവായി കായലിൽ 500 മീറ്റർ കായലിലേക്ക് നടന്ന് അവിടെയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങളുടെ ഈ മനോഹരമായിട്ടുള്ള കണ്ടലോരം പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. അവിടേക്ക് കേരളത്തിൽ തന്നെ സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിൽ 10 പഞ്ചായത്തുകളെ തെരഞ്ഞെടുത്തപ്പോൾ അതിലൊന്നാണ് വലിയ പറമ്പ. വാട്ടർ സ്ട്രീറ്റിന്റെ ഭാഗമായിട്ട് നിരവധി വിനോദസഞ്ചാരികളാണ് ഈ ഒരു നമ്മുടെ കണ്ടലോരം സന്ദർശിക്കാൻ അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നീടുള്ള ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ പഞ്ചായത്തില് ചില വാർഡിനകത്ത് മാരകമായ അസുഖങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടപ്പോൾ, പതിവിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങനെ വന്നപ്പോൾ ഹരിതകർമ്മസേന നമ്മുടെ ഒരു ദിവസം കൊണ്ട് നമ്മുടെ എല്ലാ വാർഡിനകത്തും സർവേ നടത്തുകയും ആ സർവേയിലാണ് 2700-ഓളം
ഒറ്റക്കുഴി ടാങ്കാണ് നമ്മുടെയൊക്കെ വീടുകളിലുള്ളത് എന്ന കാര്യം മനസ്സിലാവുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ കുടിവെള്ളത്തിൽ ഈക്കോളിയുടെയും അതുപോലെ ബ്ലാക്ക് വാട്ടറിന്റെയും അംശം കണ്ടെത്തിയതിനെ തുടർന്ന് എല്ലാ വീടുകളിലും നമുക്ക് സെപ്റ്റിക് ടാങ്ക് എന്നുള്ള രീതിയിലേക്ക് ഒരു കാര്യം ചെയ്യണമെന്ന ഒരു തീരുമാനം ഭരണസമിതി എടുക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിനകത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളെയും പൊതു സമൂഹത്തെയും വിളിച്ചു ചേർത്ത് പൊതുസഭ നടത്തുകയും അതിന്റെ ഭാഗമായി മുഴുവൻ വീടുകളിലും നിത്യമുക്തി ക്യാമ്പയിന്റെ 2ാം ഘട്ടം എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാ വീടുകൾക്കും സെപ്റ്റിക് ടാങ്ക് എന്ന പദ്ധതി കഴിഞ്ഞ 2 വർഷമായി നടപ്പിലാക്കി വരുന്നു. ഈ വർഷവും നമ്മൾ അതിന് പദ്ധതി വെച്ചിരിക്കുകയാണ്. 1,26,80,000 രൂപ നമ്മൾ ഈ 2 വർഷങ്ങളിലായിട്ട് അതിന് നീക്കിവെക്കുകയാണ്. 3ാമത്തെ വർഷത്തിലേക്കും ഞങ്ങൾ അത് പൂർത്തിയാക്കുന്നതോടുകൂടി ഇന്ത്യയിൽ സമ്പൂർണമായും സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചിട്ടുള്ള ഒരു പഞ്ചായത്തായി വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് മാറും. മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് ഞങ്ങളുടേത്. ഏറ്റവും വരുമാനം കുറഞ്ഞ ഒരു പഞ്ചായത്താണ്. തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ മാത്രം നമ്മൾ ആദ്യ വർഷം 2.5 കോടിയും അതിന് പിറ്റേത്തെ വർഷം നമ്മൾ 5.5 കോടിയും ഈ കഴിഞ്ഞ വർഷം നമ്മൾ 6 കോടി രൂപയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഈ നാട്ടിനകത്തേക്ക് പാലമോ റോഡോ പണിതിട്ടല്ല, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും നമ്മുടെ ആരോഗ്യ രംഗത്ത് ഉൾപ്പെടെ അതിന് പ്രതിരോധം തീർക്കാനും ഏറ്റവും മികച്ച ഇടപെടൽ നടത്തിയപ്പോ വരുമാനം പോലും നമ്മുടെ സാധാരണക്കാരിലേക്ക് കൊണ്ടുവരുവാൻ ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന് നാടിനെ സംരക്ഷിക്കാൻ കൂടി എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് നമ്മൾ ഈ ഒരു പദ്ധതികളിലൂടെ മാതൃകാപരമായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. മാതൃകാപരമായിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ മുന്നിലിരിക്കുന്നത് ഒരു ഗസൽ ഗായകൻ കൂടിയാണ്. അന്താരാഷ്ട്ര തലത്തിലേക്ക് വലിയ പറമ്പ് എന്ന പഞ്ചായത്തിനെ എത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ ലോക്കൽ ലീഡർ ചാമ്പ്യൻ പുരസ്കാര ജേതാവാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ സ്വന്തമാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് നമുക്ക് മുന്നിലിരിക്കുന്നത്. ഈ നേട്ടത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത് എങ്ങനെയാണ്? നേട്ടത്തിലേക്ക് എത്താൻ പ്രധാന കാരണം നമ്മുടെ നാട് കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്കപ്പുറം ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് പരിപൂർണ പിന്തുണയായിരുന്നു നൽകിയിരുന്നത്. നമ്മള് സുനാമി ആഞ്ഞടിച്ചപ്പോ ഏറെ ഭീതിയോടെ കണ്ട ഒരു പ്രദേശം. കാരണം 500 മീറ്റർ വീതിയും 35 മീറ്റർ വീതി, അതായത് കൂടിയാൽ 500 മീറ്റർ, കുറഞ്ഞാൽ 35 മീറ്റർ വീതിയാണ്. ഇപ്പുറം ഒരു ഭാഗത്ത് കടലും മറുഭാഗത്ത് കായലും. അപ്പോ സുനാമി പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ അതിന് ജനങ്ങളെ സജ്ജരാക്കാൻ ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായി സുനാമി റെഡി പ്രോഗ്രാം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പൂർണ്ണമായ സഹകരണത്തോടു കൂടി ഞങ്ങൾ മോക്ക് ഡ്രില്ല് സുനാമി റെഡി പ്രോഗ്രാം എന്നുള്ള രീതിയിലേക്ക് നടത്തി ജനങ്ങളിൽ ബോധവൽക്കരണം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ പരിപൂർണമായിട്ടുള്ള പിന്തുണ നമ്മുടെ നാടിനകത്തെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ 3 വർഷമായി തുടർച്ചയായി സ്വരാജ് ട്രോഫി പുരസ്കാരം ഞങ്ങളെ തേടിയെത്തിയിട്ടുണ്ട്. ഹാട്രിക്കാണ് ഞങ്ങൾ ഇത്തവണ കൂടി നേടിയപ്പോ അടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ സംസ്ഥാനത്തെ 941 പഞ്ചായത്തുകളിൽ സംസ്ഥാനത്തെ 1ാമത്തെ പഞ്ചായത്തായി ഞങ്ങളുടെ പഞ്ചായത്ത് മാറാൻ നമുക്ക് സാധിച്ചു. ഇത്തവണയും ഞങ്ങൾ സ്വരാജ് ട്രോഫി നേടി. അങ്ങനെ കഴിഞ്ഞ 3 വർഷം സ്വരാജ് ട്രോഫി ഹാട്രിക് അടിച്ചു. ഇത്തവണ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ മികച്ച പ്രവർത്തനത്തിനുള്ള മഹാത്മാ പുരസ്കാരം കൂടി ഞങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. വിവിധ ഘട്ടങ്ങളിലായിട്ട് നമ്മൾ ജനങ്ങളിലേക്ക് വിവിധ പദ്ധതികൾ, സാധാരണ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്ത് പൂക്കൾ, അവനവന്റെ വീട്ടുമുറ്റത്ത് പൂക്കൾ ഉണ്ടാക്കാൻ സാധാരണ മറ്റു പല പഞ്ചായത്തുകളും നമ്മൾ JLG ഗ്രൂപ്പുകളിലൂടെ പൂക്കൃഷി നടത്താറുണ്ടെങ്കിലും എല്ലാ വീട്ടിലും കൃഷി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നാടാകെ പൂക്കണം എന്നൊരു പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കി. അതോടൊപ്പം ആരോഗ്യം സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി സമ്പൂർണ്ണ മുട്ട ഗ്രാമം എന്ന അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലവും നമ്മുടെ തീരദേശ ജനതയ്ക്ക് 5 വീതം കോഴികള് നമ്മൾ കൃത്യമായി കൊടുക്കുന്ന ഒരു ജനകീയ പദ്ധതിയും നമുക്ക് അതിന്റെ ഭാഗമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഇന്ന് ഏറെ എല്ലാവരും ഭീതിയോടെ കാണുന്നതാണ് നമ്മുടെ
ഇത് ലഹരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. ആ ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അതിന്റെ ദുരിതവും ദുരന്തവും പേറുന്നത് സ്ത്രീകളാണ്. അപ്പം അവരെ ചേർത്ത് പിടിക്കാൻ, അവർക്ക് കൈത്താങ്ങാവാൻ പഞ്ചായത്ത് ഒരു തീരുമാനമെടുത്തു. പഞ്ചായത്തിലെ ഇതിന്റെ ദുരിതം പേറുന്ന, അല്ലെങ്കിൽ ഇനി നാളെ എനിക്കും ഈ ഒരു ഗതി വരും എന്ന ചിന്തയുള്ള മുഴുവൻ സ്ത്രീകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മിന്നൽ സേന എന്നൊരു സേനയ്ക്ക് ഞങ്ങൾ രൂപം നൽകി. രാവെന്നോ പകലെന്നോ ഇല്ലാതെ മിന്നൽ സേന 13 വാർഡിനകത്തും രൂപീകരിച്ച് ഏറ്റവും മികച്ച രീതിയിലുള്ള പ്രവർത്തനം നടത്തുമ്പോൾ അതിന് ഏറ്റക്കുറച്ചിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. തീർച്ചയായും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ വിദ്യാർത്ഥികൾക്കായി തന്നെ പല വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തി വരുന്നു. ഇപ്പോൾ നമ്മൾ സാധാരണയായി കാണുന്നത് കുട്ടികളെല്ലാം തന്നെ ഫോണിൽ കളിച്ചിരിക്കുന്ന ഓരോ കാലഘട്ടത്താണ് പൂർണ്ണമായും ഉള്ളത്. അതിൽ നിന്നും വ്യത്യസ്തമായി കുട്ടികളെ പരിസ്ഥിതിയിലേക്ക് അടുപ്പിക്കുക എന്ന പദ്ധതിയുമായി ചില പദ്ധതികളെല്ലാം തന്നെ ആവിഷ്കരിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. ഞങ്ങള് ഇന്നലെ നടത്തിയ ഒരു വ്യത്യസ്തമായ പരിപാടി, നമുക്കറിയാം ഇപ്പോ ഉഷ്ണതരംഗം കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി അതിഭീകരമായ രീതിയിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും മനുഷ്യന്മാർക്ക് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം പക്ഷിമൃഗാദികളുടെ അവസ്ഥ പറയാനില്ല. അപ്പം അവരെ കൂടി ചേർത്ത് പിടിക്കേണ്ടതാണ് എന്ന് നമ്മുടെ ഓരോ പ്രദേശത്തെയും കുട്ടികളിലേക്ക് ഈ സന്ദേശം എത്തിക്കുന്നതിന്റെ ഭാഗമായി നമ്മൾ ഫയർഫ്ലൈസും ഹ്യൂമൻ വേൾഡ് ഫോർ ആനിമൽസ് എന്നീ NGOസിന്റെ സംയുക്തമായി പഞ്ചായത്തും ചേർന്നുകൊണ്ട് ഞങ്ങൾ ഇന്നലെയും ഇന്നുമായി കരുതലിനായി കൊച്ചുകരങ്ങൾ എന്നൊരു പ്രത്യേക പരിപാടി നമ്മുടെ വിവിധ സ്കൂളുകളിലെ കുട്ടികളെ തെരഞ്ഞെടുത്തുകൊണ്ട് അവർക്കായി നടത്തി. അത് വൻ വിജയമായിരുന്നു. ഇന്ന് ഉച്ചക്കാണ് ആ ക്യാമ്പ് പരിസമാപ്തി കുറിച്ചത്. കുട്ടികളിൽ പക്ഷിമൃഗാദികളോടുള്ള പരിചരണം, അവർക്ക് വേണ്ടുന്ന കാര്യം, ഇന്നത്തെ ഒരു കാലത്ത് ദാഹജലം ഉൾപ്പെടെ ഭക്ഷണം ഉൾപ്പെടെ അവർക്ക് എത്തിക്കാനുള്ള ഉദാത്തമായ സ്നേഹത്തിന്റെ ഗാഥകൾ ഈ പക്ഷിമൃഗാദികളോടൊപ്പം പങ്കിടാൻ ഉൾപ്പെടെ അവരെ മാനസികമായിട്ട് അതിനെ ഒരുക്കി നിർത്താൻ ആവശ്യമായ ഒരു പരിപാടിയായിട്ട് നമുക്ക് കരുതലിനായി കൊച്ചുകരങ്ങൾ എന്ന പരിപാടി മാറ്റാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും എല്ലാ തലത്തിലും മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഈ തീരദേശ പഞ്ചായത്തിലെ മുഴുവൻ സ്കൂളിനകത്തും നടത്തിയിട്ടുള്ളത്. എല്ലാ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടും നമ്മുടെ ജില്ലാ ശുചിത്വ മിഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എല്ലാവിധ സഹകരണവും നമുക്കുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ മികച്ച രീതിയിലുള്ള ഇടപെടൽ. നമ്മുടെ പഞ്ചായത്തിൽ 2 FHSCകൾ ഉണ്ട്. ആ 2 FHSCകളും മികച്ച പ്രവർത്തനമാണ്. വലിയോറമ്പ് FHSC കഴിഞ്ഞ 2 തവണയായി ദേശീയ പുരസ്കാരം NQAS നേടിയിട്ടുണ്ട്. ഇത്തവണയും ഞങ്ങൾ അത് നേടി. അതോടൊപ്പം ജില്ലയിലെ നമുക്ക് നിരവധി പുരസ്കാരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് ലഭിച്ചിട്ടുണ്ട്. കായകൽപ അവാർഡ് നമുക്ക് ഇതിനു മുമ്പേ 2 തവണയായിട്ട് ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2019 കാലഘട്ടം തൊട്ട് 2021 വരെ ഉണ്ടായിരുന്ന മാറ വ്യാധി എന്നുള്ള രീതിയിലേക്ക്, അല്ലെങ്കിൽ ഭീതിയോടെ കണ്ട രോഗം നമ്മളെ പിടിമുറുക്കിയപ്പോ നമ്മുടെ ആ ഒരു കാലത്ത് നമ്മുടെ പഞ്ചായത്ത് ഒരു ദിവസം പോലും അടച്ചിടാത്ത, ഒരു കൊറോണ കാലത്ത് ഒരു ദിവസം പോലും അടച്ചിടാത്ത ഒരു പഞ്ചായത്തായി നമുക്ക് മാറാനായത് ആരോഗ്യ രംഗത്തെ പ്രവർത്തനം നമ്മുടെ നാട് ഒന്നാകെ ഒന്നിച്ചു നിന്നതുകൊണ്ട് കൂടിയാണ് എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. അതുപോലെ ജൈവ വൈവിധ്യ പരിപാലന സമിതി എന്നുള്ള രീതിയിലേക്ക് മികച്ച പ്രവർത്തനം നടത്തിയതിന്റെ ഭാഗമായിട്ട് നമുക്ക് മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതിക്കുള്ള അവാർഡ് ഞങ്ങളെ തേടി എത്തിയിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുമ്പോൾ അതിന് ഈ നമ്മുടെ തൃക്കരിപ്പൂരിന്റെ MLA M രാജഗോപാലേട്ടൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ മികച്ച പിന്തുണ ഞങ്ങൾക്ക് ഊർജമായിട്ട് ഇന്നും നിലകൊള്ളുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ പഞ്ചായത്തിലെ ഒരു മേഖലക്കകത്തേക്ക്, അതായത് 48 വർഷമായി നമ്മുടെ പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് നമ്മുടെ പഞ്ചായത്തിലെ ഒരു വാർഡിലെ ജനങ്ങൾക്ക് ഒരു മുനിസിപ്പാലിറ്റിയും 2 പഞ്ചായത്തും കടന്ന് ഞങ്ങളുടെ പഞ്ചായത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. റോഡില്ലായിരുന്നു ആ നാട്ടിൽ. എന്നാൽ ഈ കഴിഞ്ഞ 2-3 വർഷത്തിനിടയിൽ ഞങ്ങൾ അവിടേക്ക് റോഡ് കൂടി നിർമ്മിച്ചതോടുകൂടി അവിടെയുള്ള മുഴുവൻ ആളുകളും ഇപ്പോ വാഹനത്തിൽ നമ്മുടെ പഞ്ചായത്തിലേക്ക് അവരവന്റെ ഓഫീസിലേക്ക് വരാൻ ആവശ്യമായ ഒരു ഇടപെടൽ കൂടി നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ പഞ്ചായത്തിന്റെ ഈ ഇതുമായി ബന്ധപ്പെട്ട് സുനാമി ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രതിരോധ പ്രവർത്തനം, അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മളൊരു പ്രതിരോധ പ്രവർത്തനം നടത്തിയപ്പോൾ ദുരന്ത ലഘൂകരണ പ്രവർത്തനത്തിനുള്ള ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ മികച്ച ലോക്കൽ ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന ഒരു പരിപാടിയിൽ ഇന്തോനേഷ്യയിലെ ഒരു വനിതയെയും അതോടൊപ്പം ഫിലിപ്പീൻസിലെ 2 വനിതയെയും
തെരഞ്ഞെടുത്തപ്പോ ഇന്ത്യയിൽ നിന്നും തെരഞ്ഞെടുത്ത ഏക പഞ്ചായത്ത് പ്രസിഡന്റ് വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. അതോടൊപ്പം കഴിഞ്ഞ ഒക്ടോബറിൽ ഫിലിപ്പൈൻസിലെ മനിലയിൽ വെച്ച് അതിന്റെ ലോക്കൽ ലീഡർ ചാമ്പ്യൻ പുരസ്കാരം നേരിട്ട് പോയി വാങ്ങിയിട്ടുണ്ട് എന്ന ഒരു സന്തോഷ കാര്യം കൂടി നിങ്ങളോട് പങ്കിടുകയാണ്. അഭിമാനമായ നേട്ടങ്ങൾ കൈവരിച്ച പഞ്ചായത്ത് പ്രസിഡന്റുമാണ് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ മറ്റ് പഞ്ചായത്തുകളിൽ നിന്നും വിഭിന്നമായി വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് നടപ്പിലാക്കി വരുന്നത്. ഈ ഭാവിയിൽ എന്തൊക്കെ പരിപാടികളാണ് കരുതി വെച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ നാട് നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ വിനോദസഞ്ചാരത്തിന് ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ പഞ്ചായത്താണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും ആലപ്പുഴയിലേക്കാണ് ഹൗസ് ബോട്ടിൽ കയറാൻ പോകുന്നത്. എന്നാൽ ഇന്ന് 100-നടുത്ത് ഹൗസ് ബോട്ടുകൾ നമ്മുടെ പഞ്ചായത്തിന്റെ ഈ വലിയപറമ്പ ബാക്ക് വാട്ടറിലൂടെ കടന്നു പോവുകയാണ്. അനുദിനം വിദേശികളും സ്വദേശികളും ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികള് നമ്മുടെ നാട്ടിനകത്തേക്ക് വരികയാണ്. വിനോദസഞ്ചാരികൾ എത്തുമ്പോൾ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ വീട്ടിൽ ഹോം സ്റ്റേ എന്നുള്ള രീതിയിലേക്ക് അവരെ അതിഥിയായി താമസിപ്പിച്ച് അവർക്ക് നമ്മുടെ നാട്ടിനകത്തെ ഭക്ഷണം, നമ്മുടെ സംസ്കാരം അതൊക്കെ പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് കൂടി നമ്മളിപ്പോ വീട്ടിൽ അവരെ താമസിപ്പിക്കാൻ ആവശ്യമായ ഹോം സ്റ്റേ സംവിധാനം തുടങ്ങിയാണ്. കുടുംബശ്രീ പ്രസ്ഥാനവും പഞ്ചായത്തും സംയുക്തമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ 28ഓളം സംരംഭകർക്ക് ഇപ്പോ ജോബ് കഫേ എന്നുള്ള ഒരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് രാജേഷാണ്, നമ്മുടെ AV രാജേഷ് എന്ന് പറയുന്ന ജോബ് കഫേയുടെ ഡയറക്ടർ അതിന് നേതൃത്വം കൊടുത്തിട്ട് നമ്മളിപ്പോ അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം 2 ദിവസത്തിനകം MLA വെച്ച് നൽകാൻ പോവുകയാണ്. അങ്ങനെ ഈ നാടിനെ പഠിക്കാൻ നമ്മുടെ ഫുഡ് സ്ട്രീറ്റ്, അതുപോലെ കൾച്ചറൽ സ്ട്രീറ്റ്, ആർട്ട് സ്ട്രീറ്റ്, ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഈ നാടിനെ അറിയാൻ, വലിയപറമ്പ് പഞ്ചായത്തിനെ അറിയാൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തി വരുമാനം നമ്മുടെ നാട്ടിനകത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ മണിമാളികകളോ അല്ല, നമ്മുടെ നാടിനകത്തെ സാധാരണക്കാരന്റെ വീടും നമ്മുടെ നാടിനകത്തെ പ്രകൃതിയും വെച്ചുകൊണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു ഇടപെടലാണ് സ്ട്രീറ്റ് ടൂറിസം പദ്ധതിയിലൂടെ വരുംകാലത്ത് നടപ്പിലാക്കാൻ പോകുന്നത്. അതോടൊപ്പം നമ്മുടെ നാടിനകത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന മാറാ രോഗങ്ങൾ പിടിപെട്ട് അനവധി രോഗികൾ നമുക്ക് മെഡിസിൻ വാങ്ങാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുമ്പോൾ അവരെ ചേർത്ത് പിടിക്കാൻ ഈ വർഷം നമ്മൾ 40 ലക്ഷം രൂപയാണ് ആ മരുന്നുകൾക്കായിട്ട് നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. അവർക്ക് ഒരു മനുഷ്യജീവനും മരുന്ന് വാങ്ങാൻ ഗതിയില്ലാതെ മരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ള ഒരു തീരുമാനമാണ് ഈ 2025-26 വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് കൂടി ഞങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിനൊക്കെ ഈ കഴിഞ്ഞ 4.5 വർഷവും പഞ്ചായത്തിലെ തീരദേശ ജനത കക്ഷി രാഷ്ട്രീയത്തിനും മതജാതി ചിന്തകൾക്ക് അതീതമായി ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ട്. നമ്മുടെ ജീവനക്കാര് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വീട്ടിലേക്ക് എത്തേണ്ട സമയമല്ല അവരുടെ മനസ്സിലുള്ള ചിന്തകള്. നമ്മുടെ ഈ തീരദേശ പഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനത്തിന് അകമഴിഞ്ഞ സഹകരണമാണ് നമ്മുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാര്, തൊഴിലുറപ്പ് വിങ്ങിന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് എല്ലാവരും, നമ്മുടെ 13 മെമ്പർമാരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഈ പഞ്ചായത്തിന്റെ കഴിഞ്ഞ 4.5 വർഷക്കാലം കൂടെ ചേർന്ന് നിന്നത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതുപോലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം, കലക്ടർ ഉൾപ്പെടെ എല്ലാ ആളുകളും നല്ല രീതിയിൽ ഈ തീരദേശ പഞ്ചായത്തിനെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടുംബശ്രീ ആണെങ്കിലും തന്നെ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കുടുംബശ്രീപരമായിട്ടും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയുമായി തന്നെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നിരവധി നേട്ടങ്ങൾ ഈ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് അല്ലെ പഞ്ചായത്തിന്? തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം അനവധി 260ഓളം സംരംഭങ്ങൾ നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ ഒരു സംരംഭം തുടങ്ങുകയും അതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന് അത് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ സംരംഭങ്ങളും അത് പൂട്ടിയില്ല എന്ന് മാത്രമല്ല, അനവധി വർഷക്കാലമായി ജീവിതത്തിന്റെ അത്താണിയായി അത്തരം സംരംഭങ്ങളെ കൊണ്ടുപോകാൻ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ ഈ വലിയപറമ്പിന്റെ CDSന്റെ ഭാഗമായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. മറ്റൊന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളാണ്, അതിന്റെ മേറ്റുമാരാണ്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിങ്ങാണ്. എല്ലാവരും ഏത് പ്രവർത്തനത്തിന് നമ്മൾ മുമ്പോട്ട് വന്നാലും അതിന് പരിപൂർണമായിട്ടുള്ള സഹകരണമാണ് ഈ എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആളുകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ നേട്ടങ്ങളൊക്കെ ഈ പഞ്ചായത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.
നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി വരുന്നു. അതോടൊപ്പം തന്നെ ഈ കടലും അതോടൊപ്പം തന്നെ കായലും എല്ലാം തന്നെ ചേർന്നിട്ടുള്ള ഒരു പ്രദേശത്തോട് ആണല്ലോ ഈ പഞ്ചായത്ത് കിടക്കുന്നത്. ഈ പൊതുജലാശയ സംരക്ഷണം എല്ലാം തന്നെ ഏത് രീതിയിലാണ് നടപ്പിലാക്കി വരുന്നത്? നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ച് മാലിന്യമുക്ത നവകേരളം എന്ന ക്യാമ്പയിൻ സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ 2021 ഗ്രീൻ ക്ലീൻ വലിയ പറമ്പ എന്ന മുദ്രാവാക്യം ജനങ്ങളിലേക്ക് വെച്ചുകൊണ്ട് നമ്മുടെ നാടിനെ മുഴുവൻ ജനങ്ങളെയും ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി മികച്ച രീതിയിലുള്ള ഒരു ഇടപെടലുകൾ നമുക്ക് നടത്താനായിട്ടുണ്ട്. എല്ലാ വീടുകളിലും ഒരു ബ്രോഷർ തയ്യാറാക്കിക്കൊണ്ട് മാലിന്യം എറിഞ്ഞു കഴിഞ്ഞാലുള്ള ശിക്ഷാ നടപടികൾ, അതിന്റെ ദൂഷ്യഫലങ്ങൾ ഉൾപ്പെടെ ആ രീതിയിലേക്ക് അവബോധമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. ഇവിടെ കായലിലൂടെയുള്ള നിരവധിയായിട്ടുള്ള ഹൗസ് ബോട്ടുകൾ കടന്നു പോകുമ്പോൾ ആ ഹൗസ് ബോട്ടിന്റെ അസോസിയേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബോട്ടിലുകൾ കായലിലേക്ക് തള്ളുന്നതും, അതുപോലെ അതുമായി ബന്ധപ്പെട്ടിട്ട് പ്ലാസ്റ്റിക്കുകൾ നിരോധിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസുകൾക്ക് പകരം സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും ഉപയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള ഇടപെടലുകൾ നമുക്ക് നടത്താൻ സാധിച്ചു. നമ്മുടെ നാട്ടിനകത്തെ നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും വീടുകൾക്കായാലും അതുപോലെ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും വിവിധ പ്രോഗ്രാമുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഡിസ്പോസിബിൾ ഗ്ലാസിന് പകരം സ്റ്റീൽ പ്ലേറ്റും ഗ്ലാസും നൽകാനായി ഹരിതകർമ്മ സേനയുടെ 2 യൂണിറ്റ് സംരംഭങ്ങളായിട്ട് അവർക്ക് 6 ലക്ഷം രൂപ ചെലവിൽ 3060 സ്റ്റീൽ പ്ലേറ്റും 3060 ഗ്ലാസും നൽകിക്കൊണ്ട് നമ്മുടെ നാടിനകത്തെ എല്ലാ വീട്ടിനകത്തും അതുപോലെ പൊതു രാഷ്ട്രീയ പരിപാടിക്കകത്തും ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രീൻ ക്ലീൻ വലിയ പറമ്പ അക്ഷരാർത്ഥത്തിൽ സാധ്യമായിരിക്കുകയാണ്. ഈ മാർച്ച് 30 മാലിന്യമുക്ത സംസ്ഥാനമായി കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചപ്പോ നമ്മുടെ പഞ്ചായത്തും ഗ്രീൻ ക്ലീൻ വലിയ പറമ്പിന്റെ ഭാഗമായി മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. സജീവൻ, നമ്മൾ നിരവധിയായിട്ടുള്ള നേട്ടങ്ങളെല്ലാം തന്നെ എണ്ണി പറഞ്ഞു. അതിൽ ഈ വിദ്യാഭ്യാസ രംഗത്ത് പഞ്ചായത്ത് നടപ്പിലാക്കിയ പുതിയ പ്രവർത്തനങ്ങൾ, പദ്ധതികൾ എല്ലാം തന്നെ എങ്ങനെയാണ്? വിദ്യാഭ്യാസ മേഖലക്കകത്ത് നമ്മുടെ മുഴുവൻ സ്കൂളുകൾക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായി, ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് ബയോബിന്നുകളായാലും സോക്ക് പിറ്റുകളായാലും അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്കൂളിന് നൽകാൻ വേണ്ടി സാധിച്ചു. ഭൗതിക പശ്ചാത്തല മേഖല എന്നുള്ളത് അത് ഒരുക്കുന്നതിനായിട്ട് നിരവധി ഫണ്ടാണ് നമ്മൾ കഴിഞ്ഞ കാലയളവിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് ഇന്നത്തെ ഒരു കാലത്ത് അവരെ എന്നുള്ള രീതിയിലേക്ക് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മാനസികമായിട്ടുള്ള കരുത്ത് അവർക്ക് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി കഴിഞ്ഞ 3 വർഷക്കാലവുമായി ഞങ്ങള് നമ്മുടെ LP UP സ്കൂളുകളിലെ കുട്ടികൾക്ക് അതുപോലെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് ആയിട്ട് ഞങ്ങള് കരാട്ടെ പരിശീലനം, തൈക്കോണ്ടോ പരിശീലനം എന്നിവ നൽകി വരികയാണ്. അതുകൂടാതെ നമ്മുടെ സ്കൂളുകളിലെ മികച്ച കായിക താരങ്ങളെ ജന്മം കൊടുത്ത ഒരു മണ്ണാണ് വലിയ പറമ്പിന്റേത്. അനവധി കായിക താരങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോളിലേക്കും നമ്മുടെ സംസ്ഥാന ഫുട്ബോളിലേക്കും നടന്നു കയറിയിട്ടുള്ളത്. അപ്പോ വളരെ ചെറുതിലെ തന്നെ അവരെ കായിക മേഖലയിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മുടെ എല്ലാ സ്കൂളിനകത്തും ഞങ്ങള് ഇപ്പോ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു വരികയാണ്. അത് പദ്ധതിക്കകത്ത് വെച്ചുകൊണ്ട് ഇപ്പോഴും പടന്നക്കടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റേഡിയത്തിൽ അതിന്റെ ഭാഗമായിട്ടുള്ള പരിശീലനം നടത്തി വരികയാണ്. മറ്റൊന്ന് നാടക പരിശീലനം, നമ്മുടെ കുട്ടികളിലെ സർഗ വാസനകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് അവരെ ഏറ്റവും മികച്ച അഭിനേതാക്കളെ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ സ്കൂളിലെയും മികച്ച കലാകാരന്മാരെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങളിപ്പോ നാടക പരിശീലന കളരി അതും നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് നടത്തി വരികയാണ്. അക്കാദമിക് തലത്തിലും കായിക മേഖലയിലും കലാമേഖലയിലും മികച്ച റിസൾട്ടാണ്. താരതമ്യേന തീരദേശ പഞ്ചായത്താണ്, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ്. പക്ഷെ മികച്ച രീതിയിലുള്ള റിസൾട്ട് നമ്മുടെ അക്കാദമിക് തലത്തിലും കായിക മേഖലയിലും നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള അധ്യാപകര്, പ്രധാനാധ്യാപകര്, PTA എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടുകൂടി ചേർന്ന് നിന്നപ്പോ വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. കൊറോണ കാലത്ത് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഒരു സ്കൂള് പഠന വീട് എന്ന ഒരു പുതിയ
പദ്ധതി നടപ്പിലാക്കുകയുണ്ടായി. പഴയ ഗുരുകുല വിദ്യാഭ്യാസ കാലത്തെ അനുസ്മരിപ്പിക്കും വിധം നമ്മുടെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ഒരു പുതിയ ആശയം പങ്കുവെച്ചപ്പോ അത് ഇരുകൈ നീട്ടിയാണ് വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചത്. പഠന വീട് എന്നാണ് അതിന് പേര്. മാവിലാക്കടപ്പുറം GLP സ്കൂളിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. തീർച്ചയായും അത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് തുടർന്ന് കൊണ്ടുവരുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ ഇക്കാലയളവിൽ നിങ്ങൾ നേരിട്ടിട്ടുണ്ടോ? പ്രധാന വെല്ലുവിളികളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോഴും വെല്ലുവിളിയായിട്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ഉണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തീരശോഷണമാണ്. കാറ്റാടി വെച്ചത് കൊണ്ട് തീരശോഷണം ഭീകരമായ രീതിയിൽ കടൽ കയറി വരുമ്പോൾ അതിനെ തടുത്തു നിർത്താൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നുള്ള രീതിയിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ അത്തരം ഒരു പ്രതിരോധ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് നിർത്താനാവില്ല. അതുകൊണ്ട് തന്നെ അവിടെ ടെട്രാപോഡ് പോലുള്ള മികച്ച രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങൾ സർക്കാരിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന് CRZ നിയമക്കുരുക്കാണ്. അതിന്റെ ഭാഗമായിട്ട് ഒട്ടനവധി സാധാരണക്കാർക്ക് ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുമ്പോൾ പെർമിറ്റ് കിട്ടാത്ത പ്രയാസമുണ്ട്. എങ്കിലും ഇപ്പോ ചെറിയൊരു ഇളവ് വന്നിട്ടുണ്ട്. 50 മീറ്റർ കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തദ്ദേശീയരായിട്ടുള്ള ആളുകൾക്ക് വീട് വെക്കാനുള്ള ഒരു ചെറിയ ഇളവ്, അതുകൊണ്ട് ഇത് പൂർണ്ണമാവുന്നില്ല. ഇനിയും നമുക്ക് അതിൽ ഇളവുകൾ ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇളവ് ലഭിച്ചതോടുകൂടി ഈ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത് എല്ലാറ്റിനും ഉപരി നമ്മുടെ ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് തലചായ്ക്കാൻ ഒരു കൂരയാണ്. അതിനുവേണ്ടി ലൈഫ് ഭവന പദ്ധതിക്കാണ് ഞങ്ങളുടെ എല്ലാ ഫണ്ടുകളും നീക്കിവെച്ചിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്. തീർച്ചയായും മാതൃകാപരമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെയാണ് പഞ്ചായത്ത് വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. തുടർന്നും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തുടർന്നും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. വി സജീവൻ.